പണ്ട് ഇംഗ്ലണ്ടിൽ ഒരു ഫ്യൂണറൽ സർവീസ് നടക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു ശവമടക്ക ശുശ്രൂഷ. അവിടെ ഒരു യൗവനക്കാരന്റെ ഡെഡ് ബോഡിയാണ് ആ മുറ്റത്ത് ആ പന്തലിരിക്കുന്നത്. അപ്പോൾ വലിയൊരു ജനം ഈ ഫ്യൂണറൽ സർവീസിന് വന്നത്. കാരണം ഇദ്ദേഹം ഒരു ചെറുപ്പക്കാരനായിരിക്കാലും അദ്ദേഹത്തിന്റെ മരണത്തിന് ഒരു പ്രത്യേകത ഉള്ളതായതുകൊണ്ട് സകല ജനങ്ങളും വന്ന് തിങ്ങിക്കൂടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവൻ മരിക്കാൻ കാരണം ഇവനെ കോടതി തൂക്കിക്കൊന്നതാണ്. ഇവന്റെ ഭാര്യയെ ഇവൻ കുത്തിക്കൊന്നത് വഴി ഇവനെ ആ ബ്രിട്ടീഷിലെ കോടതി, സുപ്രീം കോടതി ഇവനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ആ വധശിക്ഷ പ്രാബല്യമാക്കുകയും ചെയ്തതിന് ശേഷം അവന്റെ ബോഡിയുടെ അടക്കമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിന് വലിയ ജനം അവിടെ ഇങ്ങനെ തിങ്ങിക്കൂടിയിരിക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രഭാഷകന് അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് പ്രസംഗിക്കുവാൻ ആരംഭിക്കുകയാണ്. അപ്പൊ വില്യം ബൂത്ത് എന്നാണ് ഇയാളുടെ പേര്, പ്രഭാഷകന്റെ. ഇദ്ദേഹം എഴുന്നേറ്റ് അങ്ങോട്ട് പ്രഭാഷണം തുടങ്ങുവാൻ തുടങ്ങിയപ്പോഴേ ആ ജനം മുഴുവനും കൂടെ എന്താണ് ഇളകി വശായി. അവരെന്താണ് മുദ്രാവാക്യം വിളിക്കുന്ന പോലെ ഭയങ്കരമായിരിക്കുന്ന ആ തട്ടഹസിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഉപദേശി, ഈ ഭാര്യയെ കുത്തിക്കൊന്നവന് വേണ്ടി താൻ എന്താ പ്രസംഗിക്കാൻ പോകുന്നത്? ഇവനെ പോലെ ഒരു ക്രൂരൻ വേറെ ഉണ്ടോ? ഇവൻ സ്വന്തം ഭാര്യയെ, യൗവനക്കാരിയായിരിക്കുന്ന സ്വന്തം ഭാര്യയെ അവൻ എന്താണ് തെറ്റായിരിക്കുന്ന മാർഗത്തിൽ നടന്നവൻ കുത്തിക്കൊന്ന ഇവനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ദൈവനീതിയാണ്. ഇവന് വേണ്ടി പ്രസംഗിക്കാൻ തനിക്കെന്നാൽ ലജ്ജയില്ലേ എന്ന് ചോദിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ഈ വില്യം ബൂത്ത് എന്ന് പറഞ്ഞ പ്രഭാഷകൻ ഇങ്ങനെ ഒരു കാര്യം കൈകൾ ഉയർത്തിയിട്ട് പറഞ്ഞു. ആവട്ടെ, ഈ മരിച്ചു കിടക്കുന്ന ജോൺ എന്നാണ് അവന്റെ പേര്. ഈ മരിച്ച ജോണിന്റെ, ഈ കൊല്ലപ്പെട്ട ജോണിന്റെ എന്തുകൊണ്ട് ഇവൻ അവന്റെ ഭാര്യയെ കൊന്നു? ഈ ജോണിനെ എന്തുകൊണ്ട് കോടതി തൂക്കിക്കൊന്നു? അതിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ ജനങ്ങളെല്ലാം അപ്പോഴും അട്ടഹസിച്ചുകൊണ്ടിരുന്നു. അവന് വേണ്ടി നീ ഒരു വാക്കുമുണ്ടല്ലേ? എന്നാൽ അവൻ എഴുന്നേറ്റ് ശാന്ത ഗംഭീരമായിരിക്കുന്ന സ്വരത്തില് ആ വില്യം ബൂത്ത് ഇങ്ങനെ പറഞ്ഞു, ഇവന് ഒരു കൊലപാതകയായിട്ട് തീരുവാൻ കാരണം ഇവന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയില്ലായിരുന്നു. ജോൺ കൊലപാതകയായിട്ട് തീരുന്നതിന് കാരണം ഇവന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒറ്റ വാക്കിന് മുമ്പിൽ ജനം മുഴുവൻ ശാന്തരായിട്ട് തീർന്നു. അവന്റെ പ്രസംഗം ബാക്കി മുഴുവൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ നോക്കുവിന്, ഈ ജോൺ തന്റെ ഭാര്യയെ കൊല്ലുവാൻ കാരണം എന്താണ്? ഇവന്റെ ഹൃദയത്തിന് മനസ്സലിവും താഴ്മയും ദൈവഭയമില്ലാത്ത കാര്യം എന്താണ്? അവന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന അമ്മമാരെ, നിങ്ങളുടെ മക്കളെ ചൊല്ലി നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ ഉപദേശിമാരെ കയറ്റി പ്രാർത്ഥിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കഥയുമില്ല. പിന്നെന്താണ്? നിങ്ങൾ ദൈവകൃപയിലേക്ക് തിരിയണം. നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞിട്ട് നിങ്ങൾ ദൈവത്തിന്റെ മകളും വിശുദ്ധിയുമായിട്ട് എന്നിട്ട് നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവനെ രക്ഷിപ്പാൻ ഈ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും.